വിളിച്ച് കരയുമ്പോഴും അമ്മയില്ലെന്ന് തിരിച്ചറിയാനാവാത്ത ഒരു പൊന്നോമനയുടെ കുരുന്നു ബാല്യം. കൈവളരുന്നതും കാൽ വളരുന്നതും കാൽത്തള കിലുങ്ങുന്നതും കാണാൻ കാത്തു നിൽക്കാതെ വിധിയുടെ തൂവൽ കൊട്ടാരത്തിലേക്ക് പാറിപ്പറന്നൊരമ്മ. പെറ്റമ്മയുടെ താരാട്ടുപാട്ടിന്റെ തലോടലും തണുപ്പും സാന്ത്വനവുമില്ലാതെ അമ്മക്കിളിയുടെ ചിറകിന്റെ സ്നേഹച്ചൂടറിയാൻ കൊതിക്കുന്ന ഒരു പൊന്നോമന, മാമാട്ടിക്കുട്ടി. Pinjo malin, no va a ir.
എന്താ? ഞാൻ സബ് കളക്ടറാ. എന്താ മേഡം? എന്റെ കാറ് തട്ടി ഒരു കുഞ്ഞു വീണു. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആനന്ദ മേഡം. ഞാൻ എടുത്തോളാം മേഡം. മോളെ, മോളെ. മോളെ, ഫാസ്റ്റ് പ്ലീസ്. ഹലോ. മോളെ, നീ എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക. അമ്മേ, എനിക്കൊരു കയ്യബദ്ധം പറ്റി. എന്തു പറ്റി? ഒരു ചെറിയ കുട്ടി കാറിന് മുന്നിൽ വന്ന് പെട്ടു. എന്നിട്ട് ഞാൻ ആ കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുഞ്ഞിന്റെ കൂടെ ആരും ഇല്ലേ? ഇല്ല. ഞാൻ അങ്ങോട്ട് വരണോ മോളെ? വേണ്ടമ്മേ, ഞാൻ മാനേജ് ചെയ്തോളാം. മോളെ, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കണേ. ശരി അമ്മേ. ഞാൻ സ്ട്രെച്ചേഴ്സ് എടുത്തിട്ട് വരാം. സബ് കളക്ടറെ കാറ് തട്ടി ഒരു കുഞ്ഞിന് ആക്സിഡന്റ് ആയി. മാഡം, ഇതൊന്ന് ഫില്ലപ്പ് ചെയ്യണം. പേരും അഡ്രസ്സും ഫോൺ നമ്പറും വേണം. ആ കുട്ടിയുടെ പേരെന്താ? മാമാട്ടി. മാമാട്ടിയോ? വയസ്സ്? 5. എന്താടി രാത്രിയില്? ഒരു അപകടം ഉണ്ടായി. ആർക്ക്? എനിക്ക്. എന്നിട്ട്? എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ ഒരു കുട്ടി വന്ന് കാറിന് മുന്നിൽ ചാടി. ഏകദേശം ഒരു 5 വയസ്സ് കാണും. കഷ്ടകാലത്തിന് ഡ്രൈവ് ചെയ്തിരുന്നത് ഞാനാ. എന്നിട്ട് കുട്ടിക്ക് വല്ലതും പറ്റിയോ? ഇഞ്ചുറി ഉണ്ട്. ബോധം ഇതുവരെ വീണിട്ടില്ല. കുഴപ്പാവോ? കുഴപ്പത്തിലാണല്ലോ ഇപ്പോ. സമാധാനം നഷ്ടപ്പെട്ടു. നീ ധൈര്യമായിട്ടിരിക്കുക. മാത്യൂസേ, ഇറ്റ്സ് വെരി അർജന്റ്. ഓക്കെ ഓക്കെ മാഡം. സബ് കളക്ടർ. അതെ ഡോക്ടർ, എങ്ങനെയുണ്ട് കുട്ടിയുടെ കണ്ടീഷൻ? ധൈര്യമായിരിക്കെ, ഞങ്ങൾ നോക്കട്ടെ. അല്ല, മാഡത്തിന്റെ ആരെങ്കിലും ആണോ ഈ കുട്ടി? അല്ല, എന്നാലും പരിചയത്തിലുള്ളതായിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പോ കുട്ടിയുടെ ഐഡന്റിറ്റി ക്ലിയർ ആയിട്ടില്ലേ? കുട്ടിയെ തിരക്കി ആരും വന്നിട്ടുമില്ല. ബന്ധുക്കളാരും ഇവരറിഞ്ഞു കാണില്ല. എന്നാലും ഇത്രയും ചെറിയ കുട്ടിയായതുകൊണ്ട് അവര് തെരഞ്ഞു നടക്കുന്നുണ്ടാവും. അല്ല ചേച്ചി,
സാന്ദ്ര ഇപ്പൊ എവിടെയാ? അവളിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാ. അതെന്താ അവള് ഹോസ്പിറ്റലിൽ തന്നെ കഴിയുന്നേ? എന്താ എന്റെ ആവശ്യം? ആ കുഞ്ഞിന് അല്പം സീരിയസ് എന്നാ പറഞ്ഞത്. കൊച്ചിന് സ്വന്തക്കാരൊക്കെ കാണില്ലേ? പിന്നെന്തിനാ സാന്ദ്ര എവിടെ നിൽക്കുന്നത്? കുഞ്ഞിന്റെ ആരും ഇതുവരെ അന്വേഷിച്ചെത്തിയിട്ടില്ലെന്നാ സാന്ദ്ര പറഞ്ഞത്. മാത്രമല്ല, സാന്ദ്ര കാർ ഓടിക്കുമ്പോഴാ അപകടം പറ്റിയത്. അതിന്റെ ഒരു കുറ്റബോധത്തിലാവള്. അല്ലെങ്കിലും അവക്കൊരു എല്ല് കൂടുതലാണ്. ആ, അത് ചേച്ചി അളിയനും കൂടെ കൊഞ്ചിച്ച് വഷളാക്കിയതാ. നമ്മളൊന്നും വളർന്ന പോലല്ലോ സാന്ദ്രയെ വളർത്തിയത്. നമ്മൾ വളർന്ന പോലെ അല്ല. ഞാനും ബാലേട്ടനും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നാട് വിട്ടു പോകുമ്പോൾ നീയോ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നീ സാന്ദ്ര മോളെ കാണുന്നത് തന്നെ അവളുടെ 16ാമത്തെ വയസ്സിലാ. ആർദ്ര ജനിക്കുന്നവരെ എനിക്കും ബാലേട്ടനും മിണ്ടാനും പറയാനും സാന്ദ്രമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മരിച്ചപ്പോ പോലും ഒന്നും അറിയിക്കാത്തവനാ ഇപ്പൊ ഇരുന്ന് ഈ സംസാരിക്കുന്നത്. ചേച്ചി, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എന്നിട്ടും ബാലേട്ടന്റെ കെയർ ഓഫിലാ നിനക്ക് SM ഇൻഡസ്ട്രീസിൽ ജോലി ലഭിച്ചത് തന്നെ. അത് ശരിയാ. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല. അതിപ്പോ ഞാൻ MBA വരെ പഠിച്ചതാ. ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്കും IAS കിട്ടിയേനെ. സാന്ദ്രയ്ക്ക് അതിന്റെ ഒരു അഹങ്കാരമുണ്ട്. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. നിങ്ങളൊന്ന് നിർത്ത്. എന്റെ പേടി ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമെന്നാ. ആ കൊച്ചിന് വല്ലതും സംഭവിച്ചു പോയാ പിന്നെ അതിന്റെ പിന്നാലെ തൂങ്ങാൻ നടക്കണം എല്ലാരും. എക്സ്ക്യൂസ് മീ. സാന്ദ്രേ, എന്തായി? ICUല. കുട്ടിയുടെ രക്ഷിതാക്കളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരവുമില്ല. ആക്സിഡന്റ് സ്പോട്ടിൽ ഞാൻ പോയിരുന്നു. വിജനമായ സ്ഥലമാ. അടുത്തെങ്ങും വീടുമില്ല, മനുഷ്യരുമില്ല. ഈ നേരത്ത് ആ പരിസരത്ത് അന്വേഷണം നടത്താനും ബുദ്ധിമുട്ടാ. ഒരു കുഞ്ഞിനെ കാണാതെ ഇത്ര നേരമായിട്ടും ആരും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് എന്റെ അത്ഭുതം. അത് പറയാൻ പറ്റില്ല. ഇത് അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ കുട്ടിയല്ലെന്ന് ആര് കണ്ടു? എന്തായാലും നമുക്ക് ചാനലില് ഒരു ഫ്ലാഷ് ന്യൂസ് കൊടുക്കാം. മാത്യൂസ്, കമോൺ. രാത്രിയിലെ സംഭവം. ഒരു കുട്ടി പൊടുന്നനെ വന്ന് വട്ടം ചാടുകയായിരുന്നു എന്നാ പറഞ്ഞത്. ഓരോ വിനകൾ വന്ന് ചാടുന്ന വഴി കണ്ടോ? രാത്രിയിൽ തന്നെ കുട്ടിക്ക് വേണ്ട ചികിത്സകൾ നടത്തിയിരുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? അത് പറ. ഒന്നും പറ്റിയിട്ടില്ല. മേനോനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഏർപ്പാടുകൾ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. മതിന്നേ. മാഡം, ആ പരിസര പ്രദേശങ്ങളിലൊക്കെ അന്വേഷണം നടത്തി നോക്കി. അവിടങ്ങളിലൊന്നും ഈ പ്രായത്തിലൊരു കുട്ടിയെ കാണാതായതായി ഒരു സൂചനയും കിട്ടിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ലേ? ഇല്ലെന്ന് മാത്രമല്ല, സമീപ സ്റ്റേഷനുകളിലൊന്നിലും ചൈൽഡ് മിസ്സിംഗിന്റെ കംപ്ലൈന്റ് വന്നിട്ടില്ല. സകല സ്റ്റേഷനുകളിലേക്കും മെസ്സേജ് പോയിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ ഞാൻ മാഡത്തെ അറിയിക്കാം. ഓക്കെ.
TV സ്ക്രോൾ ന്യൂസ് ഇത്രയേറെ പോയിട്ടും ഒരാളും പ്രതികരിക്കുന്നില്ലല്ലോ. കുട്ടി ഒരു മിസ്റ്ററി ആവുകയാണോ? ഇനി വല്ല ടെററിസ്റ്റിന്റെയും കുട്ടിയാണോ? ഹലോ മാഡം, മേലുകാവ് തഹസിൽദാരാ. ചിറ്റുമല കോളനിയിൽ തീപിടുത്തം ഉണ്ടായി. ഫൈവ് ഹൗസ് എത്തിയില്ലേ? എത്തിയിട്ടുണ്ട് മാഡം. ഓഫീസർമാരുടെ ഒരു സംഘം തന്നെ എത്തിയിട്ടുണ്ട്. മാഡം ഉടനെ എത്തില്ലേ? കളക്ടറെ വിവരം അറിയിച്ചോ? അറിയിച്ചു. സാറ് പുറപ്പെട്ടു കഴിഞ്ഞു. മാഡം ഉടനെ എത്താൻ പറഞ്ഞു. ഞാൻ എത്തിക്കോളാം. നിങ്ങൾ ഉടനെ നെസസറി ആക്ഷൻസ് എടുക്കണം. യെസ് മാഡം. അല്ല, മാഡത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താ സാന്ദ്ര, എന്തു പറ്റി? ചിറ്റുമല കോളനിയിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് നീങ്ങിയാലോ? എനിക്കത് കവർ ചെയ്യാലോ. മാത്യൂസേ, വേഗം വാ. ഡോക്ടർ, ഞാൻ പോയിട്ട് വരാം. മാഡം ഇവിടെ സമയം കളയണമെന്നില്ല. കുട്ടി റിക്കവറായി വരുന്നുണ്ട്. മാഡം ധൈര്യമായിട്ട് ചിറ്റുമലയിലേക്ക് പൊയ്ക്കോളൂ. പേടിക്കണ്ട, പൊയ്ക്കോളൂ. എന്താ സംഭവിച്ചത്? സ്വയം നിയന്ത്രണമോ ഇല്ല, നിയന്ത്രിക്കാൻ ആളും ഇല്ലെന്ന് വന്നാ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ പറ്റൂ. ഞാനാണിത് വരുത്തിവെച്ചതെന്നാണോ പറയുന്നത്? ഒരു സബ് കളക്ടർ ഔദ്യോഗിക വാഹനം ഓടിക്കേണ്ട കാര്യം എന്താ? ഡ്രൈവർക്ക് നല്ല സുഖമില്ലായിരുന്നു. വരുന്ന വഴിയാ അയാളുടെ വീട്. അയാളെവിടെ ഇറക്കി വരുമ്പോഴാ ഇത് സംഭവിച്ചത്. എല്ലാ കാര്യത്തിലും നല്ല ഉണർവും ശ്രദ്ധയുള്ള കുട്ടിയായിരുന്നു അവള്. മനസ്വസ്ഥത കുറഞ്ഞിട്ടുണ്ടാവും, അതാ ഇതിനൊക്കെ കാരണം. ജോലിഭാരം കൂടുതലാ. ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് താങ്ങാൻ പറ്റാത്തത്ര ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ. ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് താനെന്താ അവൾക്ക് പറഞ്ഞു കൊടുക്കാത്തത്? എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാനത് പണ്ടേ ചെയ്തേനെ. ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തോളാം. മേഡം, അനന്യനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ. അതിഭീകരമായ കുടിവെള്ള പ്രശ്നം അവിടെ. വാട്ടർ അതോറിറ്റിയിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ കയറി ഇറങ്ങി മടുത്തു. മേഡം ദയവായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. ഞാൻ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ച് സംസാരിക്കാം. താങ്ക് യു മേഡം. ഹലോ. അപ്പൊ ശരി. മാഡം, മാഡം ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ആ കുട്ടി വല്ലാതെ വയലന്റ് ആയിരിക്കുക. ഞങ്ങളെ എല്ലാവരെയും ഉപദ്രവിച്ചു. കൈ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു. തലേണയൊക്കെ പിച്ച് കീറി. ഞാൻ ഡോക്ടറെ എന്ന് വിളിക്കട്ടെ?